കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളേവരെയും ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തെ ആധാരമാക്കിയാണ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് 10ാമത്തെ പാഠമാണ്. അവസാന നാളുകൾ എന്നുള്ളതായ ഈ 10ാമത്തെ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 ശുശ്രൂഷകർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അതുപോലെ പാസ്റ്റർ എഡ്വിൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ യെരുശലേം ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പണിയെയൊക്കെ വർണ്ണിച്ച് കാണിക്കുന്നതായ സമയത്ത് കർത്താവായ യേശുക്രിസ്തു അവിടെ കാണിക്കയിടുന്നത് കാണുകയും വിധവ ഇട്ട കാണിക്കയെക്കുറിച്ച് പ്രകീർത്തിക്കുകയും ചെയ്യുകയും പിന്നത്തേതിൽ ആ യെരുശലേം ദേവാലയത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നും യഹൂദന്മാർക്ക് എന്ത് സംഭവിക്കുമെന്നൊക്കെ യേശുക്രിസ്തു പറയുന്നതായ ഒരു ഭാഗമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകപ്പെട്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 26-27 വാക്യങ്ങളാണ്. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. പാസ്റ്റർ എഡ്വിൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ യെരുശലേം ദേവാലയം കാണുന്നതിന് വേണ്ടി ശിഷ്യന്മാർ അവിടെ കൂട്ടിക്കൊണ്ട് ചെന്നുവെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ വിധവ ഇട്ടതായ ആ കാണിക്കയാണ്. ആ കാണിക്കയുടെ പ്രത്യേകത എന്താണ്? യേശുക്രിസ്തു പരാമർശിക്കാനിടയായ സംഭവം എന്താണ്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അതിനെക്കുറിച്ച് വാചാലമായത്? ആ പാവപ്പെട്ട ആ സ്ത്രീ, സാധുവായ ആ സ്ത്രീ ഇട്ടത് വെറും 2 വെള്ളി നാണയങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തനിക്കുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുവാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നു. നാളെ എന്ത് ചെയ്യും, ഉള്ളതെല്ലാം കൊടുത്തതായിട്ടാണ് വചനത്തിൽ കാണുന്നത്. അത്രമാത്രം കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് ഉള്ളതെല്ലാം കർത്താവിന് കൊടുക്കുവാൻ മനസ്സുള്ള ഒരു മാതാവായിരുന്നു ആ സ്ത്രീ എന്നുള്ളത് വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ധനികന്മാർ അവർക്കുള്ള അധികമായിട്ട് ഉള്ളതിലിരുന്ന് കുറച്ച് എന്ത് ചെയ്യുന്നു, നൽകുന്നു മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി. എന്നാൽ ഈ മാതാവ് മറ്റുള്ളവർ കാണുകയല്ല, ഉള്ളതിനെ ആരും കാണാതെ എന്ത് ചെയ്യുന്നു, ദൈവത്തിന് കൊടുക്കുന്നു. ദൈവം കണ്ടാൽ മതി എന്നുള്ള രീതിക്ക് അവർ ഇന്ന് സമർപ്പിക്കുന്നു. നാം എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, വേദപുസ്തകം പറയുന്നത് പോലെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷത്തോടെ ആ സ്ത്രീ അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർക്കുള്ളതെല്ലാം കൊടുത്തു എന്ന് യേശുക്രിസ്തു പറയുന്നു. ആ സ്ത്രീക്ക് ദൈവരാജ്യത്തിൽ ഒരു വലിയ പങ്കുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പാസ്റ്റർ, ഈ യെരുശലേം ദേവാലയം കാണുവാൻ തക്കവണ്ണം കൂട്ടിക്കൊണ്ടുപോയതായ ശിഷ്യന്മാരോട് കർത്താവായ യേശുക്രിസ്തു ഈ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. എന്താണ് ആ യെരുശലേമിന് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുക്രിസ്തു പറഞ്ഞു? ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ കാണിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറയുകയാണ് എങ്ങനെയുള്ള പണി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത്രയും മനോഹരമായിരിക്കുന്ന യെരുശലേം ദേവാലയത്തെക്കുറിച്ച് ഇവിടെ ശിഷ്യന്മാർ വാചാലമാകുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് കല്ലിന്മീതെ കല്ല് ശേഷിക്കാതെ അത് ഇടിഞ്ഞു പോകുമെന്ന്. ഇനി ഈ യെരുശലേം ദേവാലയത്തിൻ്റെ ആ പണിയെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഗ്രന്ഥകർത്താവ് എടുത്ത് പറയുന്നത്, 3 പേര് കൈകോർത്ത് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ അതിൻ്റെ ഓരോ തൂണും എത്തുകയുള്ളൂ എന്നാണ് ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, അതിൻ്റെ അടിസ്ഥാനമെല്ലാം ഉരുക്കി ഒട്ടിച്ചിരുന്നത് ആ സ്വർണം കൊണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ അത്ര മനോഹരമായിരുന്നു യെരുശലേം ദേവാലയം എന്ന് കാണുവാൻ സാധിക്കും. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ 2-ാം അധ്യായത്തിൽ പറയുന്നത് 46 വർഷം കൊണ്ട് ഇപ്പോഴും അതിനെ ഹേരോദ രാജാവ് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി ഇത്രയും വർഷങ്ങളെടുത്ത് വളരെ മനോഹരമാക്കി കൊണ്ടിരിക്കുന്ന ഈ യെരുശലേം ദേവാലയത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് കല്ലിന്മീതെ കല്ല് ശേഷിക്കാതെ അത് ഇടിഞ്ഞു പോകും എന്ന് കർത്താവ് യേശുക്രിസ്തു അവിടെ പറയുന്നു. ഇനി എന്തുകൊണ്ട് അപ്രകാരം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിലെ ഓരോ ശുശ്രൂഷകളും പ്രദാനം ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെയാണ്.
അപ്പോൾ പൊരുളായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു ഇതിൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഒരു മഹത്തരമായ ആലയത്തിന് സ്ഥാനമില്ല. കാരണം അത് കർത്താവ് യേശുക്രിസ്തു അവിടെ പൂർത്തീകരിക്കുകയാണ്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് യേശുക്രിസ്തു മരിക്കുന്നതായിട്ടുള്ള സമയത്ത് യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല രണ്ടായിട്ട് കീറുകയും അവിടെ യാഗാദി കർമ്മങ്ങളൊക്കെയും അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ നിവർത്തീകരണം AD 70 സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് കർത്താവ് യേശുക്രിസ്തു അവിടെ പറയുന്നത്, ആ യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന്. പാസ്റ്റർ എഡ്വിൻ, യെരൂശലേം ദേവാലയത്തെ കാണിക്കാൻ കൊണ്ടുവന്നതായ ശിഷ്യന്മാരോടാണ് യേശുക്രിസ്തു ഇത് നശിച്ചു പോകുമെന്ന് പറയുന്നത്. മറ്റൊരു അവസരത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഞാൻ ഇതിനെ ഇടിച്ചിട്ട് ഞാൻ 3 നാൾ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യും, പണിയും എന്നും പറയുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇത് പണിയാൻ സാധിക്കുമോ? വർഷങ്ങളോളം എടുത്ത് പണിഞ്ഞതായ ഈ ഒരു മനോഹര സംഭവത്തെ എങ്ങനെയാണ് യേശുവിന് ഇത് പൊളിച്ചു പണിയാൻ കഴിയുന്നത് എന്നുള്ള ചിന്തയും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഈ യേശുക്രിസ്തു ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? പൊതുവായ യഹൂദ ജനങ്ങളുടെ ഇടയിൽ അവർ ഏറ്റവും അധികമായി അവർ നോക്കിയിരുന്നത്, അവരുടെ ഒരു പ്രസ്റ്റീജ് എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയമാണ്. അപ്പോൾ ഈ യെരൂശലേം ദേവാലയത്തിന് ഒരു നാശം സംഭവിക്കാനിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. അവർ ചിന്തിച്ചത് അത് ചിലപ്പോൾ യെരൂശലേമിന് ഒരു നാശം സംഭവിക്കുന്നുവെങ്കിൽ, യെരൂശലേം ദേവാലയത്തിന് നാശം സംഭവിക്കുന്നുവെങ്കിൽ അത് ലോകത്തിൻ്റെ അവസാനമായിരിക്കുമെന്ന് ചിന്തിച്ചു. അതുകൊണ്ടാണ് കർത്താവിനോടൊന്ന് ചോദിക്കുകയാണ്, നിൻ്റെ വരവിനും ലോക അവസാനത്തിനും ഉള്ള അടയാളം എന്ത് എന്ന് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണും. ഈ യെരൂശലേം ദേവാലയം എന്ന് പറയുന്നത് എല്ലാ യഹൂദന്മാരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. അവർ എല്ലായ്പ്പോഴും വരാനും വന്നുകൂടാനും അവരുടെ ദൈവഭക്തിയെ കാണിക്കാനും ഉപയോഗപ്പെടുത്തുന്നതായ ഒരു ആരാധന സ്തൂപം കൂടെ ആയിരുന്നു ഈ യെരൂശലേം ദേവാലയം. അപ്പോൾ ഈ യെരൂശലേം ദേവാലയം നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ തന്നെ നശിച്ചു പോകും എന്നുള്ളതായ ആ ധ്വനി അവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അതുകൊണ്ടാണ് പിന്നത്തേതിൽ യെരൂശലേമിനെ കുറിച്ച് പരാമർശിച്ചതിൻ്റെ പേരിൽ യേശുക്രിസ്തുവിനെ പിടിക്കാനും കൊല്ലാനും ഒക്കെ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ വട്ടം കൂട്ടുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, യെരൂശലേമിൻ്റെ നാശത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറയുകയും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അത് കേൾക്കുകയും അത് ദൈവനിന്ദയാണ് എന്നുള്ള വ്യാഖ്യാനം വരെ ഉണ്ടാകുകയുണ്ടായി. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ അന്ത്യനാളുകളുടെ അടയാളം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ യെരൂശലേമിൻ്റെ നാശം അത് ഒരു സുനിശ്ചിത അടയാളമാണ് എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ പറ്റുന്നത്? ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, കല്ലിന്മീതെ കല്ല് ശേഷിക്കാതെ അത് ഇടിഞ്ഞു പോകും, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയം നശിക്കപ്പെട്ടു പോകും. അപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കി അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് അല്ലെങ്കിൽ ലോക അവസാനത്തിന് അടയാളമാണ് എന്ന്. അങ്ങനെ ശിഷ്യന്മാർ കർത്താവ് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന്. ആ സമയത്ത് കർത്താവ് യേശുക്രിസ്തു അനവധിയായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുന്നു. അനേകം കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് അക്കമിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ AD 70 യെരൂശലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതാണ് കർത്താവ് യേശുക്രിസ്തു ആദ്യമായിട്ട് പറയുന്നത്. അതിനി അന്ത്യനാളുകളിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇത് നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്രവചനത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ നിവൃത്തിയാവുന്നത്, അല്ലെങ്കിൽ ഈ യെരൂശലേം ദേവാലയത്തിൻ്റെ നാശത്തോടു കൂടി അതിൻ്റെ ഒരു ഭാഗമാണ് അവിടെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ക്രിസ്തു പറയുന്ന അനേകം കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പീഡനത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു എടുത്ത് പറയുന്നു. ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ ആ ദിവ്യജനത്തിന് വലിയൊരു പീഡനം ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും കർത്താവ് യേശുക്രിസ്തു പറയുന്നു. എന്നാൽ അതിന് ഘട്ടം ഘട്ടമായിട്ട്, ഇത് നമുക്കറിയാം, 1260 വർഷക്കാലം ദൈവജനത്തിന് വലിയൊരു പീഡനം ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ സംഭവം തന്നെ ഇനി അന്ത്യനാളുകളിലും ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ആദ്യത്തെ പീഡനം കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അതോടുകൂടി ആ പ്രവചനം അവസാനിച്ചു എന്ന്. അത് ഇനിയും വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ആ സംഭവങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇതേ കാര്യങ്ങൾ അന്ത്യനാളുകളിൽ വീണ്ടും സംഭവിക്കും. ശരിക്കും ഇതൊരു ഡുവൽ പ്രൊഫസിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശരിക്കും നാം അന്ത്യനാളുകളെക്കുറിച്ച് പഠിക്കുന്നതായ സമയത്ത് ഇന്ന് നാം ആരാധിക്കുന്നതായ പള്ളികളൊക്കെ നശിപ്പിക്കപ്പെടും. ആരാധിക്കാനുള്ളതായ ഒരു ഇടം ഉണ്ടാകുകയില്ല. കർത്താവ് യേശു ക്രിസ്തു ആ കിണറ്റിൻ്റെ അരികിലുള്ളതായ സ്ത്രീയോട് പറഞ്ഞതുപോലെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതായ നാൾ വരാൻ പോവുകയാണ്.
അന്ന് യെരുശലേമിലുമല്ല ശമര്യയിലുമല്ല യഹൂദിയയിലുമല്ല ആരാധിക്കുന്നത്, നിങ്ങൾ കുന്നിലും മലകളിലും ആരാധിക്കുന്നതായ ദിവസം വരും എന്ന് പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ളതായ സംഭവങ്ങൾ കാണുന്നു എന്നുള്ളത് അത് പ്രവചന നിവൃത്തിയാണ് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പാസ്റ്റർ 13-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങളിൽ ശൂന്യമാക്കുന്നതായ മ്ലേച്ഛത എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത? ശരി, ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ചക്രവർത്തി യെരുശലേമിനെ കീഴടക്കാനായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. അദ്ദേഹം വന്നപ്പോൾ യെരുശലേമിൻ്റെ ആലയത്തിൻ്റെ ആ മനോഹരം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിനെ നശിപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഇല്ലാതിരുന്നു എന്നുള്ളതിനെ നമ്മൾ കാണുന്നു. എന്നാൽ പിന്നീട് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ജനം അതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുകയും കീഴടങ്ങുവാൻ മനസ്സില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആളുകൾ, ഈ റോമൻ സോൾജേഴ്സ് അതിൻ്റെ അകത്ത് തീ എടുത്ത് എരിയും സകലതും കത്തി ജ്വലിക്കുമ്പോൾ അവിടെ ആ ആലയം തന്നെ കത്തുന്ന സമയത്ത് ഈ ഓരോ കല്ലുകളുടെ ഇടയിൽ സ്വർണം ഉള്ളത് കൊണ്ട് അത് തിളങ്ങുന്ന ഒരു അനുഭവമായി തീർന്നു എന്നുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സ്വർണം ഇളക്കുന്നതിന് വേണ്ടി എല്ലാ കല്ലുകളും മാറ്റി അവർ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ഇളക്കി ആ ദൈവാലയത്തെ ഇടിച്ചു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ യെരുശലേം ദൈവാലയത്തെ നശിപ്പിച്ചു എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. പാസ്റ്റർ മഹേഷ്, ആരാണ് വരാനിരിക്കുന്നതായ അഭിഷിക്തൻ? അതുപോലെ തന്നെ ഒരു രാജകുമാരനെ കുറിച്ച് പറയുന്നു. വേദപുസ്തകത്തിൽ പറയുന്നത് ദ പ്രിൻസ് ടു കം. ആരാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ ഇത് ആരൊക്കെയാണ്? ഇവിടെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന അഭിഷിക്തൻ അല്ലെങ്കിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അത് AD 31 കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ, AD 27 കർത്താവ് യേശുക്രിസ്തു മശിഹ അഭിഷിക്തനാവുന്നു അല്ലെങ്കിൽ സ്നാനപ്പെടുന്നു. AD 31 കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നു. അപ്പോൾ അഭിഷിക്തനായ പ്രഭുവിൻ്റെ അല്ലെങ്കിൽ അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടുന്നതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് AD 31 അതിനുശേഷം 34 സ്തേഫാനോസിൻ്റെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിലൂടെ സുവിശേഷം ലോകമെമ്പാടും എത്തപ്പെടുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞതിന് പ്രകാരം AD 70 യെരുശലേം ദേവാലയത്തിൻ്റെ നാശം ടൈറ്റസ് ചക്രവർത്തിയിലൂടെ സംഭവിക്കുന്നു. ശരിക്കും ടൈറ്റസ് ചക്രവർത്തിയാണ് ഇവിടെ വരാനിരിക്കുന്ന ആ രാജകുമാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ടൈറ്റസ് ചക്രവർത്തി യെരുശലേമിലേക്ക് കടന്നു വന്ന് യെരുശലേം ദേവാലയത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് മുന്നമേ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു വരാനിരിക്കുന്നതായ മഹാകഷ്ടകാലത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തുവിടെ പറയുകയുണ്ടായി. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ. ഈ കഷ്ടകാലം എപ്പോഴാണ് സംഭവിച്ചത്? അതോ ഇനി സംഭവിക്കാനിരിക്കുന്നതാണോ? എന്താണ് ആ കഷ്ടകാലം? നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ടൈറ്റസ് ചക്രവർത്തി ആ യെരുശലേമിനെ നിരോധിച്ചപ്പോൾ അവിടെ യഹൂദ ജനങ്ങൾക്ക് അത് വലിയ ഒരു പീഡനത്തിൻ്റെ ഒരു സമയമായിരുന്നു. അത് നമുക്കൊരു നിഴലായിരിക്കുന്നു. അത് സംഭവിച്ചോ, അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു. അതേപോലെ അന്ത്യനാളുകളിലും ദൈവജനത്തിന് ഇങ്ങനെ വലിയ ഒരു കഷ്ടതയുടെ ഒരു നാളുകൾ ഉണ്ട്. ദൈവവചനത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവർ അവർ വലിയ ഒരു കഷ്ടതയിൽ കൂടി കടന്നു പോകും എന്നുള്ളതും ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കഷ്ടകാലം എല്ലാ കാലത്തും ഉള്ളതായ ഒരു സംഭവമാണ്. പക്ഷേ യെരുശലേം ദേവാലയത്തിൻ്റെ നാശവുമായി ബന്ധപ്പെട്ട് യഹൂദന്മാർ, പ്രവാചകന്മാർ പറഞ്ഞത് കേൾക്കാതെ അവർ അതിനോട് സഖ്യത കാണിച്ച് നിന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ റോമ സാമ്രാജ്യത്തിന് എതിരെ പ്രവർത്തിച്ചതുകൊണ്ടുമാണ് യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെടുവാനും യഹൂദ ജനം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുവാനും പ്രവചന നിവൃത്തി ഉണ്ടാകുവാനും ഇടയായത്. എന്നാൽ ആ കാലഘട്ടത്തിൽ AD 70 ആയപ്പോൾ അനേക ക്രിസ്ത്യാനികൾ ഈ യെരുശലേമിൽ ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യാനികൾക്കൊന്നും ഒരു കേടും സംഭവിച്ചില്ല. കാരണം പ്രവചനം അനുസരിച്ച് ഈ കഷ്ടകാലം വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അവർ ആ ദേശം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് രക്ഷാ മാർഗം അന്വേഷിച്ച് പോയി എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവചനം അനുസരിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ദൈവം പറയുന്നത് കേൾക്കാതെ എനിക്ക് ഈ നാശം വന്നുവല്ലോ എന്ന്
പിന്നത്തേതിൽ വിലപിക്കുന്നത് കൊണ്ട് അത് ഫലം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഈ ഒരു വലിയ സംഭവം നമ്മളെ വരച്ച് കാണിക്കുന്നത്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ്, ഈ ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പരാമർശിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അഥവാ ആ കാലത്ത് എന്ന് പറയുന്നതായ ഒരു കാലം, അത് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കാലം, കാലാംശം, കാലങ്ങൾ, അതായത് ഒരു കാലം, ഇരുകാലം, അരക്കാലം. മറ്റു ചില സ്ഥലങ്ങളിൽ അത് 42 മാസമെന്നും മറ്റു ചിലയിടത്ത് 1260 ദിവസമെന്നും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. എന്താണ് ഈ പ്രവചനത്തിൻ്റെ അർത്ഥം? ഇവിടെ ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്ന് പറയുന്നത്, ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷം, ഇരുകാലം എന്ന് പറഞ്ഞാൽ 2 വർഷം, അരക്കാലം എന്ന് പറഞ്ഞാൽ അരവർഷം, അപ്പോൾ 3.5 വർഷം. പ്രവചനത്തിൽ ഒരു ദിവസം ഒരു വർഷമാണ് എന്ന് നമ്മൾ മുന്നമേ ചിന്തിക്കാനിടയായി തീർന്നു. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം, അതുപോലെ യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, മറ്റ് പല ഭാഗങ്ങളിലും ഇതുപോലെ പറയുന്നുണ്ട് പ്രവചനത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ് എന്ന്. അപ്പോൾ ഇവിടെ ഒരു കാലം, ഇരുകാലം, അരക്കാലം, അതായത് 3.5 വർഷം എന്ന് പറയുന്നത് 3.5 വർഷം എന്ന് പറയുന്നത് പ്രവചനത്തിൽ എടുക്കുമ്പോൾ ഒരു ദിവസം ഒരു വർഷമാവുമ്പോൾ 3.5 വർഷം എന്ന് പറയുന്നത് 1260 വർഷം എന്ന്, 60 ദിവസം എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ യഹൂദ കലണ്ടർ അനുസരിച്ച് അവർക്ക് ഒരു വർഷം എന്ന് പറയുന്നത് 360 ദിവസങ്ങളാണ്. അപ്പോൾ 1260 ദിവസം എന്ന് പറയും. ഈ 1260 വർഷം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ചെറിയ കൊമ്പിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. അതായത് പാപ്പത്വത്തെക്കുറിച്ച്, അതിൻ്റെ തിരിച്ചറിവുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് പാപ്പത്വത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ന്. 538 AD പാപ്പത്വത്തിന് സർവ്വ അധികാരം ലഭിക്കുന്ന സമയം മുതൽ 1798 AD പാപ്പത്വത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ ഫ്രഞ്ച് ജനറലായിരുന്ന നെപ്പോളിയൻ്റെ ആർമി ജനറലായിരുന്ന ബെർത്തിയൻ അന്നത്തെ പോപ്പായിരിക്കുന്ന പോപ്പ് പയസ് 6-ാമനെ അറസ്റ്റ് ചെയ്ത് ഫ്രാൻസിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ ജയിലിൽ ഇടുകയും അവിടെ കിടന്ന് ഈ പോപ്പ് പയസ് 6-ാമൻ മരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ പറയുന്ന 1260 വർഷം. ഇതിനെ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ മരണകരമായ മുറിവ് എന്നും പറയുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മർക്കോസിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ കർത്താവ് യേശുക്രിസ്തു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളത്തെക്കുറിച്ച് നിരവധിയായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു. അതിലൊന്നാണ് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശൂന്യമാവുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് കർത്താവ് യേശുക്രിസ്തു അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇത് ശരിക്കും ആ യെരൂശലേം ദേവാലയത്തിൻ്റെ നാശത്തിലൂടെ ആ പ്രവചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പൂർത്തിയാവുന്നത്. കാരണം ആ പ്രവചനത്തിൽ യെരൂശലേം ദേവാലയത്തിനെ ടൈറ്റസ് ചക്രവർത്തി നശിപ്പിക്കുന്നതായിട്ടുള്ള സമയത്ത് റോമിലെ കൊടികളും ബാനറുകളും ഒക്കെയും ഈ യെരൂശലേം ദേവാലയത്തിനകത്തേക്ക് കടന്നു പോകുന്നു. ആ സമയത്ത് അത് അവർക്ക് ശൂന്യമായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മ്ലേച്ഛ കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയത്തിലേക്ക് മറ്റ് ആ ദേവീ ദേവന്മാരുടേതായിട്ടുള്ള ചിത്രങ്ങൾ കടന്നു വരുന്നത് അവർക്കൊരു മ്ലേച്ഛ കാര്യമായിട്ടാണ് കാണുന്നത്. ഇനി ഇതേ സംഭവം തന്നെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അന്ത്യകാലഘട്ടത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലും സംഭവിക്കും. അതായത് പരിശുദ്ധ സ്ഥലത്ത് വിഗ്രഹങ്ങളും അതുപോലെ തന്നെ മ്ലേച്ഛ വിഗ്രഹങ്ങളും അതുപോലെ പുണ്യാളന്മാരുടെ ഒക്കെയും പ്രതിമകളും മറ്റ് അശാസ്ത്രീയമായ അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെയും ദേവാലയത്തിനുള്ളിൽ വരുമ്പോൾ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ നിവർത്തീകരണം സംഭവിക്കും. അതാണ് ഈ 1260 വർഷത്തിൽ സംഭവിച്ചതായിട്ടുള്ള കാര്യം. 538 AD സർവാധികാരം ലഭിച്ച സമയം മുതൽ 1260 വർഷം പാപ്പത്വത്തിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനം ഉണ്ടായി. ഇതേ കാര്യം ഇനി വീണ്ടും അന്ത്യനാളുകളിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. പാസ്റ്റർ, ഇതൊക്കെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനോട് അനുബന്ധിച്ചുള്ളതായ അടയാള നിവർത്തികളാണ് നാം സംസാരിച്ചത്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രത്യാശ. ആ വരവ് എപ്രകാരമായിരിക്കും? തീത്തോസ് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നത് യേശു കർത്താവിൻ്റെ 2-ാം വരവ് അത് നമ്മുടെ ഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രത്യാശ, എ ബ്ലെസ്സഡ് ഹോപ്പ് എന്നാണ് വചനം അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് അത് എങ്ങനെയായിരിക്കുമെന്ന് പറയുമ്പോൾ
എല്ലാ കണ്ണുകളും അവരെ കാണും. അതുപോലെ ക്രിസ്തുവിൽ മരിച്ചവർ അവർ എന്ത് ചെയ്യും? മുൻപ് ഉയരോടെ എഴുന്നേൽക്കും. അതുപോലെ കർത്താവിൻ്റെ വരവെങ്കിൽ ആ പ്രധാന ദൂതൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ എന്ത് ചെയ്യും? എഴുന്നേൽക്കും എന്നുള്ളതിനെ വചനത്തിൽ വായിക്കുന്നു. ഈ സംഭവങ്ങളൊക്കെയാണ് കർത്താവിൻ്റെ വരവിനോടുകൂടെ അനുബന്ധിച്ച് നാം വചനത്തിൽ കാണുന്നത്. പാസ്റ്റർ മഹേഷ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിനുള്ളതായ ചില അടയാളങ്ങൾ ചുരുക്കി പറയാം. കർത്താവ് യേശു ക്രിസ്തു, അതായത് യെരൂശലേം ദേവാലയത്തിൻ്റെ നാശത്തിന് ശേഷം ക്രിസ്തു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വരും. അതുപോലെ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കാനായി വലിയ അടയാളങ്ങൾ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും നടത്തും. ഇങ്ങനെ നിരവധിയായിട്ടുള്ള, അതുപോലെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നും കർത്താവ് യേശു ക്രിസ്തു എടുത്തുദ്ധരിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതുപോലെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവാകും. ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ ആലയത്തിൽ നിൽക്കും. ഇങ്ങനെ നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയും ഇന്ന് ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇതൊക്കെയും ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ വരവ് എത്രത്തോളം അടുത്തിരിക്കുന്നു, വിശുദ്ധ വേദപുസ്തകം എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് സാർ നേരത്തെ പറഞ്ഞതുപോലെ, തീത്തോസ് പരാമർശിക്കുന്നത് പോലെ ഭാഗ്യകരമായ ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ചുറ്റും നടക്കുന്നതായ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങൾ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് പാസ്റ്ററുമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ആഴമായിട്ടുള്ള സത്യങ്ങൾ പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതിനായി നന്ദിയോട് സ്തുതിക്കുന്നു. അത് അങ്ങയുടെ വരവാണ്. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുങ്ങുവാൻ, മറ്റുള്ളവരെ ഒരുക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു വരികയാണ്. ആ വരവിനു വേണ്ടി നാം കൂടുതലായി ഒരുങ്ങിയിരിക്കാൻ ഈ പഠനങ്ങൾ നമുക്ക് സഹായകരമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.